പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യും രാത്രി 8:30 എന്നുള്ളതാണ്. അതിന്റെ വിശദാംശങ്ങളുമായി അർജുൻ പീതാംബരനാണുള്ളത്. അർജുൻ, ഈ വനിതാ സംവരണ ബില്ല് അതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വലിയ വിമർശനം BJPയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ വരുന്നുണ്ട്. ഈ അഭിസംബോധനയിലും ഇതേക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ പ്രധാനമന്ത്രി പറയുമെന്നാണോ നമ്മൾ കരുതേണ്ടത്? ഏത് സാഹചര്യത്തിലാണ് ഈ അഭിസംബോധന? അനുജ, ലോക്സഭയിൽ വനിതാ സംവരണ ബില്ല് പരാജയപ്പെട്ടതിന് തൊട്ടടുത്ത ദിവസമാണ് പ്രധാനമന്ത്രി ഇത്തരത്തിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ ഒരുങ്ങുന്നത്. ഇന്ന് രാത്രി 8:30 പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുമെന്നുള്ള കാര്യം കൂടി അറിയിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും അതിൽ ഈ ലോക്സഭയിൽ ബില്ല് പരാജയപ്പെട്ടതിന്റെ കാര്യങ്ങൾ തന്നെയായിരിക്കുമെന്ന് നമുക്ക് അനുമാനിക്കാം. പക്ഷെ അതിനപ്പുറത്തേക്ക് കോൺഗ്രസിനെതിരെ ഏത് തരത്തിലുള്ള ആരോപണമാണ് പ്രധാനമന്ത്രി ഉന്നയിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഉറ്റുനോക്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും 2 സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു. അടുത്ത ദിവസങ്ങളിൽ പശ്ചിമ ബംഗാളിലും തമിഴ്നാട്ടിലും തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ തീവ്രമായിട്ട് തന്നെ BJP കോൺഗ്രസിനെതിരെയും ഇന്ത്യ സഖ്യത്തിനെതിരെയും ഈ വനിതാ ബില്ല് ലോക്സഭയിൽ പരാജയപ്പെട്ടതിന് പിന്നാലെ ഈ പ്രതിപക്ഷം വനിതകൾക്കെതിരാണ്, ഒരു ആന്റി വുമൺ സമീപനമാണ് ഇന്ത്യ സഖ്യം മുന്നോട്ട് വെക്കുന്നത് എന്നുള്ള ആരോപണം കടുപ്പിച്ചിട്ടുണ്ട്. അത് അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോവുകയായിരിക്കും ഒരു പക്ഷേ ഇന്ന് രാത്രി അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് അനുമാനിക്കേണ്ടിയിരിക്കുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കും. ആദ്യഘട്ടത്തിൽ ഇന്ന് വൈകിട്ട് 4 മണിക്ക് BJP വനിതാ സെല്ല് രാഹുൽ ഗാന്ധിയുടെ വസതിയിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ട് ഇതെല്ലാം തന്നെ പ്രതിഷേധ പരിപാടികളുടെ ഒരു തുടക്കം മാത്രമാണ് എന്നുള്ള സൂചന നമുക്ക് ഇതിനോടകം BJP ക്യാമ്പുകളിൽ നിന്നും ലഭിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ കാര്യം കൊണ്ടുപോകാൻ, പ്രത്യേകിച്ചും രാജ്യവ്യാപകമായി വലിയ തോതിൽ ക്യാമ്പയിൻ നടത്താൻ, പ്രചാരണം നടത്താൻ BJP തയ്യാറെടുക്കുകയാണ്. അതിൻ്റെ ഏറ്റവും അറ്റത്ത് നിന്ന് ഏറ്റവും ഉന്നതിയിൽ പ്രധാനമന്ത്രി തന്നെ അതിന് തുടക്കം കുറിക്കുക. പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിക്കെതിരെയും ഇതിലെ പാർലമെന്റിൽ നടന്ന കാര്യങ്ങൾ, രാഹുൽ ഗാന്ധിയുടെ പ്രസംഗങ്ങൾ ഉൾപ്പെടെ എടുത്തൊരു പക്ഷേ കടന്നാക്രമിക്കുന്ന ഒരു കാഴ്ച ഇന്ന് രാത്രി കണ്ടേക്കാം. ഇതിനു മുൻപ് GSTയിലും അതുപോലെ തന്നെ പഹൽഗാം ഭീകരാക്രമണത്തിലും അതുപോലെ ഓപ്പറേഷൻ സിന്ദൂരിലും ഒക്കെ തന്നെയായിരുന്നു പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തത്. പക്ഷേ ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നൊരു ബില്ല് 12 വർഷത്തിനിടയിൽ ആദ്യമാണ് ലോക്സഭ കടക്കാതെ, പാർലമെന്റ് കടക്കാതെ പരാജയപ്പെട്ടു പോകുന്നത്. ഇത്തരത്തിൽ വോട്ടെടുപ്പിലൂടെ, അതും ഭരണഘടനാ ഭേദഗതി ബില്ല്. അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും പ്രധാനമന്ത്രി ഇന്ന് രാത്രി 8:30 ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് അനുമാനിക്കേണ്ടിയിരിക്കുന്നു. അതിന് അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങൾ പറയും? അതാണ് ഏറ്റവും പ്രധാനം. അദ്ദേഹം എന്താണ് സംസാരിക്കാൻ പോകുന്നത്? ഇതിനോടകം തന്നെ BJP പറയുന്നത് കോൺഗ്രസ്, പ്രതിപക്ഷം വനിതകൾക്കെതിരാണ് എന്നുള്ളതാണ്. എന്നാൽ അതിനെ ശക്തമായി പ്രതിരോധിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വരുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. പ്രിയങ്ക ഗാന്ധിയുടെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. കൂടുതൽ നേതാക്കളുടെ വാർത്താ സമ്മേളനങ്ങൾ വരും ദിവസങ്ങളിലും തുടരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയാണ് രാത്രി 8:30. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.